الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തൗഹീദിനെ കുറിച്ചാണ് ചില ദിവസങ്ങളിലായി നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ തൗഹീദ് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും മുത്തഖികളായി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. തൗഹീദിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി മൂന്ന് കാര്യങ്ങളായി വേർതിരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒന്നാമത്തെ കാര്യമായ തൗഹീദുർ റുബൂബിയ്യത്ത് അഥവാ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ സംവിധാനം, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ അത് അല്ലാഹുവിന്റെ മാത്രം അധികാരത്തിലും അവകാശത്തിലും കഴിവിലും പെട്ടതാണ്. അതിൽ മറ്റാർക്കും ഒരു പങ്കും ഇല്ല. പരിപൂർണമായി അല്ലാഹുവാണ് സൃഷ്ടാവ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു സൃഷ്ടിച്ചതല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സൃഷ്ടിക്കാനുമാവുകയില്ല എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൗഹീദുൽ ഉലൂഹിയ്യത്ത് അഥവാ ആരാധനയിലുള്ള ഏകത്വമാണ്. ആരാധനയിലുള്ള ഏകത്വം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തൗഹീദ് ഉണ്ടല്ലോ, ഏത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും സംവിധാനവും അല്ലാഹു മാത്രമാണ് നിർവഹിക്കുന്നത് എന്ന ആ തൗഹീദ്, ഇത് ലോകത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു തൗഹീദാണ്. നമ്മുടെ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന മതങ്ങളിലൊക്കെ പ്രപഞ്ചത്തിന്റെ പരമോന്നതനായ സൃഷ്ടാവ് ഏകനാണ്. മിക്കവാറും എല്ലാ മതങ്ങളും ഏകനായ ഒരു പരബ്രഹ്മത്തെ കുറിച്ച്, ഒരു വലിയ ശക്തിയെ കുറിച്ച് പറയുന്നത് അവനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആ ജാഹിലിയ്യ കാലത്തിൽ
എമ്പാടും വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആ ജാഹിലിയ കാലത്തെ ആളുകൾ, നമ്മൾ അബൂലഹബും ഉതുബത്തും ശൈബത്തും ഒക്കെ അടങ്ങുന്ന, നമ്മളൊക്കെ ശിർക്കിന്റെ പര്യായങ്ങളായി മനസ്സിലാക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട് പ്രവാചകനോട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ ശംസ വൽ ഖമർ. മുഹമ്മദ് നബിയെ, നിന്റെ മുമ്പിലുള്ള അനേകം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അവയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ മുശ്രിക്കുകളായ ആളുകളോട് നീ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ തന്റെ അധികാരത്തിന്റെ പരിധിയിൽ നിർത്തി അവയെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? വിശുദ്ധമായ ഹറമിൽ അതിന്റെ ഉള്ളിലും പുറത്തുമായി 300 ചില്ലാനം വിഗ്രഹങ്ങളെയാണ് അന്ന് മക്ക മുശ്രിക്ക് ആരാധിച്ചിരുന്നത്. ആ മക്ക മുശ്രിക്കിനോടാണ് ഈ ചോദ്യം, ആരാണ് ഉണ്ടാക്കിയത്? തീർച്ചയായും അവർ പറയുന്ന മറുപടി എന്തായിരിക്കും? അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്നതും അള്ളാഹു തന്നെയാണ്. നീ വീണ്ടും അവരോട് ചോദിക്കണം, ഈ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കുള്ള ഉപജീവനം ഉണ്ടല്ലോ, ഭക്ഷണം, അത് ആരാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്? കേൾവിയും കാഴ്ചയും ഒക്കെ ആരാണ് അധീനപ്പെടുത്തിയിട്ടുള്ളത്? ജീവനുള്ളതിനെ ജീവനില്ലാത്തതാക്കുന്നതും ജീവനില്ലാത്തതിനെ ജീവൻ നൽകി ജീവിപ്പിക്കുന്നതും ആരാണ്? ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? കുറെ ചോദ്യം ചോദിച്ചില്ലേ? എന്തൊക്കെ ചോദിച്ചത്? ആരാണ് ആകാശഭൂമികളിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്? ആരാണ് കേൾവിയും കാഴ്ചയും ഒക്കെ ഉടമപ്പെടുത്തിയത്? ആരാണ് ജീവിപ്പിക്കുന്നത്? ആരാണ് മരിപ്പിക്കുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ, ഈ ലോകത്തിന്റെ മൊത്തം കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? അതിന്റെ മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തും. അവർ പറയും അതൊക്കെ അല്ലാഹുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തൗഹീദുൽ റുബൂബിയ്യത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനുള്ള അല്ലാഹുവിന്റെ അനിഷേധ്യമായ ഏകത്വം, അല്ലാഹുവിന്റെ അതീശത്വം, അല്ലാഹുവിന്റെ അധികാരം, അത് ഈ ലോകത്ത് വല്ലാതെ ഒന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ അത് പഠിപ്പിക്കാൻ പ്രവാചകന്മാർക്ക് വേർപ്പെടുക്കേണ്ടി വന്നിട്ടില്ല. അത് പഠിപ്പിക്കാൻ പ്രവാചകന്മാർക്ക് മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടില്ല. അത് ഏകദേശം എല്ലാവരും അംഗീകരിച്ചതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അബദ്ധം സംഭവിച്ചത്, തെറ്റുപറ്റിയത് ഇനി പറയാൻ പോകുന്ന തൗഹീദിന്റെ കാതലായ ഈ ഭാഗത്താണ്. ഏതു ഭാഗത്ത്? തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു ഈ ലോകത്തേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ആ മനുഷ്യൻ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നിസ്കാരമടക്കമുള്ള കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ആരാധന അല്ലാഹുവിന് മാത്രമേ ആകാവൂ. അത് അല്ലാഹുവിന്റെ അനിഷേധ്യമായ കൽപ്പനയാണ്. പക്ഷേ ഈ ലോകത്തിലെ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യുന്നവരാണ്. നമുക്കറിയാലോ, ഈ ലോകത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന മുസ്ലിങ്ങൾ തന്നെ 5-1. ബാക്കി 5-4 അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരോ ആരാധിക്കാത്തവരോ ആണ്. ഈ 5-1 തന്നെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരും ആരാധനയിൽ അല്ലാഹുവിന്റെ കൂടെ മറ്റു പലരെയും ചേർത്ത് അവരോടും ആരാധനകൾ അർപ്പിക്കുന്നവരാണ്. അപ്പോ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ആരാധന അല്ലാഹുവിനെ മാത്രമാവുക. ഈ കാര്യത്തിലാണ് എക്കാലത്തും ലോകത്തിലെ മനുഷ്യർക്ക് ഭയങ്കരമായ തെറ്റുപറ്റിയത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും 1,00,000-ലേറെ എന്ന് പറഞ്ഞ
എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിൽ വന്ന് അവരുടെ പ്രബോധന കാലഘട്ടത്തിന്റെ സിംഹഭാഗവും അവർ ഉപയോഗിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അല്ലാഹു ആരാധ്യനാണ് എന്നല്ല അതിന്റെ അർത്ഥം. ലാ ഇലാഹ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. മലയാളത്തിൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അർത്ഥം ആരെയാണോ ആരാധിക്കുന്നത് അതാണ് ഇലാഹ്. അതൊരു മരത്തിനെയാണെങ്കിൽ ആ മരം ഇലാഹാണ്, ഒരു കല്ലിനെയാണെങ്കിൽ ആ കല്ല് ഇലാഹാണ്, ഒരു ഖബറിനെയാണെങ്കിൽ ആ ഖബർ ഇലാഹാണ്, ഒരു മനുഷ്യനെയാണെങ്കിൽ ആ മനുഷ്യൻ ഇലാഹാണ്. ആരെയാണോ ഒരാൾ ആരാധിക്കുന്നത് അതാണ് അവന്റെ ഇലാഹ്. ലാ ഇലാഹ, ഈ ലോകത്ത് ഒരു ആരാധ്യനും ഇല്ല, ഒരു ആരാധ്യനും ഇല്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആരാധ്യൻ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. വേറെ ഒന്നിലേക്ക്, അത് ജീവനുള്ളതോ ഇല്ലാത്തതോ മനുഷ്യനോ മനുഷ്യനല്ലാത്തതോ എന്തോ ആവട്ടെ, വേറെ ഒന്നിലേക്കും മനുഷ്യന്റെ ആരാധനകൾ പോയിക്കൂടാ. അതുകൊണ്ടാണ് ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും, ഒരാൾ ഒഴിവില്ല, ആ മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തോട് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് നൽകിയ ഉത്ബോധനമാണ്. എന്താ ഉത്ബോധനം? ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദു. ഞാൻ അല്ലാത്ത ഒരു ആരാധ്യൻ നിങ്ങൾക്ക് ഇല്ല, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല എന്ന് പറയണം. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നേ? എല്ലാ പ്രവാചകന്മാരും വന്നിട്ട് അള്ളാഹു മാത്രമേ ആരാധന ഉള്ളൂ, വേറെ ആരാധന നിങ്ങൾക്കില്ല എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടറിയോ? എല്ലാ സമൂഹത്തിലും എല്ലാ ജനങ്ങളിലും ഈ വിശ്വാസത്തിലാണ് ഏറ്റവും വലിയ അബദ്ധമുണ്ടായത്. ആളുകൾ, ചില ആളുകളെ ആദരിക്കും, ആ ആദരവ് പിന്നെ ആരാധനയിലേക്ക് വഴിമാറും. ചില വസ്തുക്കളെ ആദരിക്കും, ആ ആദരവ് തന്നെ ആരാധനയിലേക്ക് വഴിമാറും. അങ്ങനെ പതുക്കെ പതുക്കെ അള്ളാഹുവിന് പുറമെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വസ്തുക്കളെ, ജീവികളെ, മനുഷ്യരെ, മലക്കുകളെ, ജിന്നുകളെ, പ്രതിമകളെ, ഖബറുകളെ, സങ്കല്പങ്ങളെ ആരാധിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടായി. അല്ലാഹു തആല വിശുദ്ധ പറഞ്ഞത് നബിയോട് പറയട്ടെ, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക ബിറുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യഅബുദൂൻ. മുഹമ്മദ് നബിയെ, നിനക്ക് മുമ്പ് നാം അയച്ച മുഴുവൻ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാരോട് നീ ചോദിക്കണം, ഏതെങ്കിലും കാലത്ത് അല്ലാഹുവിന് പുറമെ ആരാധിക്കാൻ മറ്റൊരു ദൈവത്തിനെ, മറ്റൊരു ആരാധ്യനെ നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കണം. ചോദ്യത്തിന്റെ ഉത്തരം റെഡിയാണ്, ഇല്ല എന്നാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഈ പ്രവാചകന്മാർ ഇത്രയും കഷ്ടപ്പെട്ടതും ജീവൻ ബലി കൊടുത്തതും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയതും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം ചെയ്തപ്പോ അവിടുത്തെ ആളുകൾ നബിയോട് ചോദിച്ച ഒരു ചോദ്യം, ഞങ്ങൾക്ക് ഒരുപാട് ആരാധ്യന്മാരുണ്ട്, ഇലാഹുകളുണ്ട്, ആ ആരാധ്യന്മാരെ ഒക്കെ ഒറ്റ ഇലാഹാക്കി ചുരുക്കാനാണോ നീ വന്നത്? ഞങ്ങള് ഇന്ന കാര്യത്തിൽ ഇന്നാളോട് പ്രാർത്ഥിക്കും, ഇന്ന കാര്യത്തിൽ ഇന്നാൾക്ക് നേർച്ചയാക്കും, ഇന്ന കാര്യത്തിൽ ഇന്നാളോട് പറയും, അങ്ങനെ ഞങ്ങൾക്ക് ആരാധിക്കാൻ ഇവിടെ കുറെ ദൈവങ്ങളുണ്ട്. എന്നിട്ട് നീ വന്നിട്ട് പറയാണ് അതൊന്നും ദൈവങ്ങളല്ല, അതൊന്നും ഇലാഹല്ല, ഇലാഹ് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാണല്ലോ നീ പറയുന്നത്. നീ ഞങ്ങളുടെ ദൈവങ്ങളെ ഒക്കെ ഒന്നാക്കാൻ വേണ്ടി വന്നവനാണോ എന്ന് പ്രവാചകനോട് അവർ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയാണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ അപകടം പറ്റിയത്. ശിർക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഉണ്ടായത് ഈ മേഖലയിലാണ്. അതുകൊണ്ട് നമ്മളും ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരബദ്ധം ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു ധരി ഉണ്ടാവാതിരിക്കാൻ വളരെ ഗൗരവത്തോട് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. കാരണം ഞാനും നിങ്ങളും മുസ്ലിം ആവണമെങ്കിൽ,
ഒന്നാമതായി മുസ്ലിം ആവണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ട പ്രവൃത്തി എന്താ? സുന്നത്ത് കല്യാണം കഴിക്കലല്ല, മുടി മൊട്ടടിച്ചതോ താടി വെക്കലോ വെള്ളക്കുപ്പായടലോ അല്ല. മുസ്ലിം ആവാൻ ഒരു വ്യക്തി ആദ്യം അവനിൽ ഉണ്ടാവേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ്. ഒരാൾ മുസ്ലിം അല്ലാത്ത ഒരാള് അയാൾ മുസ്ലിം ആകാൻ തീരുമാനിച്ച് നമ്മളെടുത്ത് വരികയാണ്, എനിക്ക് മുസ്ലിം ആവണം. നമ്മൾ അയാളോട് ആദ്യം പറയേണ്ടത് അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യം ഉണ്ടാവൂലെന്ന് ഈ മനസ്സിൽ ഉറപ്പിച്ച് പറയണം. അല്ലെങ്കിൽ മുസ്ലിം ആവില്ല. നമ്മളും അങ്ങനെ തന്നെ. ഏത് സമയത്താണോ അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് അന്ന് നമ്മൾ ഇസ്ലാമിന് പുറത്താവും. കാരണം ഇസ്ലാമിന്റെ ആണിക്കല്ല് ഈ ഒരു വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യൻ എനിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ആരാധനകൾ അത്രയും അല്ലാഹുവിന് മാത്രമേ ഞാൻ ചെയ്യൂ. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം? എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം? അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅബ്ദുല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, ആ അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ വേറെ ഒന്നിനെയും നീ പങ്കു ചേർക്കാൻ പാടില്ല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി മുആദിനോട് പറയണേ, യാ മുആദ്, മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ. മുആദ്, നിനക്കറിയോ അല്ലാഹുവിനോട് അടിമകൾക്കുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയോ? അപ്പോ മുആദ് പറഞ്ഞു, എനിക്കറിയില്ല, അല്ലാഹു റസൂലിനെ അറിയാം. അപ്പൊ റസൂൽ പറഞ്ഞു കൊടുത്തു, അയ്യഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അവനെ മാത്രം ആരാധിക്കുക. ആ ആരാധന വേറെ ഒരാൾക്കും കൊടുക്കാതിരിക്കുക. ഇതാണ് ഒരടിമക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത. എന്നിട്ട് പ്രവാചകൻ വീണ്ടും ചോദിക്കുകയാണ്, അതദ്രി മാ ഹഖ്ഖുഹും അലൈഹി, അല്ലാഹുവിന് അല്ലാഹു ആ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? മുആദ് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലൈഹി. അപ്പോ റസൂൽ പറയണേ, ലാ യുഅദ്ദിബുഹു, അങ്ങനെ ഒരാള് അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അല്ലാതെ ആരും ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നത് അല്ലാഹു തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാധ്യത എന്താണ്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അല്ലാഹു എന്ന ബാധ്യത ഏറ്റെടുത്തത് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചവരെ ഒരിക്കലും ശിക്ഷിക്കാതിരിക്കുക. അപ്പൊ നമുക്ക് പരലോകത്ത് ഒരിക്കലും അല്ലാഹുവിന്റെ ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ഇവിടെ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു ചർച്ച എന്താ പറയുക? ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥം പറയണം. എങ്ങനെ? അല്ലാഹു അല്ലാത്ത ഒരാരാധ്യൻ എനിക്കില്ല. ലോകത്ത് ഖബറിനെ ആരാധിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, അതേപോലെ മനുഷ്യരെ ആരാധിക്കുന്നവരുണ്ട്, പല ജാതി ആരാധനകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഷിയാക്കളുണ്ട്, സുന്നികളുണ്ട്, അങ്ങനെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഒറ്റ അർത്ഥമാണ്, അല്ലാഹു അല്ലാത്ത ആരാധ്യൻ ഇല്ല. അല്ലാഹു അല്ലാത്ത ആരാധ്യൻ വേറെ ഉണ്ട് ലോകത്തിലെ ഏതെങ്കിലും മുസ്ലിം സമൂഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരൊറ്റ അർത്ഥം, ഇലാഹായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ, ആരാധ്യനായി അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹു അല്ലാത്ത ഒരാരാധ്യൻ ഇല്ല. ആരാധനകളൊക്കെയും അല്ലാഹുവിന് മാത്രമേ ആകാവൂ. ഇത് വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ഒരഭിപ്രായ വ്യത്യാസം. നിങ്ങൾ നോക്കണ്ടി, ഏത് മതവിഭാഗത്തിന്റെ പ്രസംഗം കേട്ടോക്കണ്ടി, പുസ്തകം വായിച്ചു നോക്കണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ അർത്ഥമാണ് എല്ലാവരും കൊടുക്കുക. അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് മുസ്ലിം ലോകത്ത് ആരാധനയുടെ കാര്യത്തിൽ ഇത്രയേറെ തർക്കങ്ങൾ ഉണ്ടായത്? ചിലർ ശിർക്ക് ചെയ്യുന്നു, ചിലർ ശിർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ്?
പ്രശ്നം ഉണ്ടായത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്താണ് ആരാധന? ആരാധന എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്തുണ്ടായ തകരാറാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന സകലമായ ഈ പ്രശ്നങ്ങൾക്കും കാരണമായത്. എന്താണ് ആരാധന? നിസ്കാരം ആരാധനയാണ്, സക്കാത്ത് ആരാധനയാണ്, ഹജ്ജ് ആരാധനയാണ്, നോമ്പ് ആരാധനയാണ്. ഇതൊക്കെ ആരാധനയാണ്. ഈ ആരാധനകളൊക്കെ ആരാ അല്ലാഹു അല്ലാത്തവർക്ക് നിസ്കരിക്കണേ, ആരാ അല്ലാഹു അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കണേ, ആരാ അല്ലാഹു അല്ലാത്തവർക്ക് ഹജ്ജ് ചെയ്യണേ എന്നിങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. സത്യത്തിൽ എന്താണ് ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മനോഹരമായ ഒരു നിർവചനം എളുപ്പം മനസ്സിലാക്കണം. ഒന്ന് നമ്മുടെ ഈ കണക്ക് പഠിക്കണമായിരിക്കാം. ഇതൊന്ന് മനസ്സിലായി കിട്ടിയാണ്ടല്ലോ വളരെ എളുപ്പം. മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ കിടന്നിങ്ങനെ തിരി. നമ്മുടെ സമുദായത്തിലെ മഹാഭൂരിപക്ഷ ആൾക്കാരും ഞങ്ങൾ ശിർക്ക് ചെയ്ത് നരകത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അവർ ചെയ്യുന്ന സകല കർമ്മങ്ങളും വളരെ ആത്മാർത്ഥത്തോടെ ചില മക്ബറയിലൊക്കെ ചെന്നാൽ കാണാം, അവര് കബറിന്റെ മുമ്പിൽ കമിഴ്ന്ന് വീണ് പൊട്ടി പൊട്ടിക്കരി. ഞങ്ങൾ ശിർക്ക് ചെയ്ത് നരകത്ത് പോട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടല്ല. അവര് ചെയ്യുന്നത് ആരാധനയാണ് എന്ന ആ നല്ല അറിവോടുകൂടി അവർ ചെയ്യണേ. അള്ളാഹാണ് ചെയ്യുന്നതിന്റെ ബോധ്യത്തോടു കൂടി. എന്താ സംഭവം അറിയോ? എന്താണ് ആരാധന? എന്താണ് ആരാധന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അതാണ് ആരാധന. പ്രാർത്ഥന അതാണ് ആരാധന. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നതാണ് സത്യത്തിൽ ആരാധനയുടെ ആത്മാവ്. ഏത് കാര്യത്തിൽ പ്രാർത്ഥന ഉണ്ടോ ആ കാര്യം ആരാധനയാണ്. ഏത് കാര്യത്തിൽ പ്രാർത്ഥന ഇല്ലേ ആ കാര്യം ആരാധനയുടെ പുറത്താവും. അപ്പൊ വീണ്ടും ഒരു പ്രശ്നമായിരുന്നു, എന്താണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ദുആ. ദുആ പ്രാർത്ഥനക്ക് അറബിയിൽ പറയുന്ന പേര് ദുആ എന്നാണ്. എന്താ ദുആ എന്ന് പറഞ്ഞാൽ? ഈ ഒരു വിഷയത്തിന്റെ പേരിലുള്ള ചർച്ചയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിഭജനവും വിഭാഗീയതയും അതേപോലെ ശിർക്കൻ വഴികളും ഉണ്ടാക്കിയത്. എന്താണ് ദുആ? ഈ വിഷയത്തിൽ വളരെ സങ്കീർണമായ കുറെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് നേർക്കുനേരെ മനസ്സിലാക്കുന്നത് ഭൗതികമല്ലാത്ത അല്ലെങ്കിൽ അഭൗതികമായ ഒരു കാര്യം. എന്താണ് ഈ ഭൗതികം അഭൗതികം? ഞാൻ പറഞ്ഞുതരാം. അഭൗതികമായ രൂപത്തിൽ ഒരു സഹായം പ്രതീക്ഷിച്ചോ ഉപകാരം പ്രതീക്ഷിച്ചോ എന്തെങ്കിലും ഉപദ്രവം നീങ്ങി കിട്ടുവാൻ വേണ്ടിയോ ഒരു മനുഷ്യൻ നടത്തുന്ന യാചനയാണ് പ്രാർത്ഥന. കുറച്ചാൾക്കൊക്കെ മനസ്സിലാവും, കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഇവിടെ ഒരാളെടുത്ത് പോയിട്ട് ഞാൻ വളരെ സാമ്പത്തികമായി കുടുക്കിലാണ്, എനിക്കൊരു 1000 രൂപ തരണം എന്ന് അയാളോട് പറഞ്ഞാൽ അതിന് ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമ്മളാരും പറയില്ലല്ലോ. പറയില്ല. എനിക്ക് 1000 രൂപ വേണം. ആ 1000 രൂപ വേണമെന്ന് ഞാൻ അയാളോട് ചോദിച്ചതിന് നമ്മൾ ഏത് പദം കൊണ്ടാണ് അതിനെ വിശദീകരിക്കാം? ഞാൻ അയാളോട് ചോദിച്ചു, ഒന്നുകൂടി വലിയ ആളാണെങ്കിൽ അഭ്യർത്ഥിച്ചു, അല്ലെങ്കിൽ അപേക്ഷിച്ചു എന്നൊക്കെ പറയും. ഞാൻ അയാളോട് പ്രാർത്ഥിച്ചു നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. പറയില്ല. നമുക്ക് കോമൺ ആയിട്ട് സാധാരണയായിട്ട് നമുക്കറിയുന്ന ഒരു പദമാണ്. ഞാൻ അയാളോട് ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിച്ചു, അല്ലെങ്കിൽ അപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ യാചിച്ചു, അല്ലെങ്കിൽ ദയനീയമായി അപേക്ഷിച്ചു ഒക്കെ പറയാം. പക്ഷെ ഞാൻ അയാളോട് പ്രാർത്ഥിച്ചു എന്ന് പറയാം. എന്നാൽ കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് ഇവിടെ വന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് പടച്ചോനെ വല്ലാതെ കുടുങ്ങിറപ്പേ എന്റെ കടം കൂട്ടിത്തരാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും പറയുന്ന പേര് ഞാൻ അള്ളാഹിനോട് അഭ്യർത്ഥിച്ചു എന്ന് പറയാം. യാചനല്ലോ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ എന്താണ് പ്രാർത്ഥനയും അപേക്ഷ അഭ്യർത്ഥന ഇവ തമ്മിലുള്ള ഒരു ചെറിയ നൂലിന്റെ ഒരു വിടവുണ്ട്. അതെന്താണ്? എപ്പോഴാണ് ഒരു കാര്യം പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ഒരു കാര്യം പ്രാർത്ഥനയാവാതിരിക്കുക? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു മനുഷ്യന് അവന്റെ കഴിവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല, അതൊരു ചോദ്യമാണ്, ഒരു അപേക്ഷയാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്ന ആൾക്ക് ദിവ്യമായ ഒരു കഴിവുണ്ട്, അഥവാ അഭൗതികമായ കഴിവുണ്ട്. അയാളോട് കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ആവശ്യം നിർവഹിക്കപ്പെടും. എങ്ങനെ അറിയില്ല. അതിനുള്ള കഴിവ് അഭൗതികമായ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മുടെ
മനസ്സിലാക്കാൻ കഴിയാത്ത അഭൗതികമായ ഒരു കഴിവ് അയാൾക്കുണ്ട്. അതുകൊണ്ട് അയാൾ എന്നെ സഹായിക്കും. ആ രൂപത്തിലുള്ള തേട്ടം, ആ തേട്ടമാണ് ഇസ്ലാമിൽ പ്രാർത്ഥന. അപ്പൊ നമ്മള് ഒരു ബസ് ബ്രേക്ക് പൊട്ടി ചുരത്തുമ്പോ കൂടെ കുത്തറ വരുമ്പോ അവിടെ പണിയെടുക്കുന്ന കുറെ പണിക്കാരുണ്ട്. ഓരോട് പൊന്നാറ മനുഷ്യന്മാരെ ഞങ്ങളെ കാക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല. അതുപോലെ വല്ല കല്ലോ മുട്ടിയൊക്കെ റോട്ട് കിട്ടുകാണ്ട് ബസ് നിർത്തിക്കാണ്ട് നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നാൽ അതേ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവേ രക്ഷിക്കണേ, അല്ലെങ്കിൽ കർത്താവേ കാക്കണേ, അല്ലെങ്കിൽ കന്യാമറിയമേ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ വദ്രീകളെ, അമൃതങ്ങളെ എന്ത് വിളിച്ചാലും, അമൃതങ്ങളെ വിളിച്ചാല് അമൃതങ്ങളെ ഇറങ്ങി വന്നുകൊണ്ട് ബസ് ബ്രേക്ക് ഇട്ട് നിർത്തുന്ന അല്ല. അദ്ദേഹത്തിന് അഭൗതികമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടും. കന്യാമറിയമേ എന്ന് വിളിച്ചാല് കന്യാമറിയത്തിന് അഭൗതികമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാല് ഗുരുവായൂരപ്പന് അഭൗതികമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് നമ്മളെ രക്ഷിക്കും. അതാണല്ലോ അവളിന്റെ അർത്ഥം. അല്ലാതെ ഓല ഇറങ്ങി വന്നിട്ട് ബസ്സിന്റെ മുമ്പിൽ വരിക്ക് നിന്ന് കണ്ട് നിർത്തുന്നല്ലോ അല്ല. നമ്മളെ ഒരു മാല, വില കൂടിയ ഒരു സാധനം കളവ് പോയപ്പോ നമ്മൾ സാധാരണ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അടച്ചു തരും, എല്ലായിടത്തും തരും. ഇതൊക്കെ കഴിഞ്ഞ അവസാനം ഞാൻ ഷെയ്ഖിന് ഒരു 500 രൂപ തീർച്ചയാക്കി എന്റെ മാല കിട്ടാൻ വേണ്ടി. ആ ഷെയ്ഖ് എങ്ങനെ വന്ന് കാണണം? മാല തരാം. ഷെയ്ഖ് വന്ന് തരും ഇല്ല. പിന്നെ എങ്ങനെയാണ്? ആ ഷെയ്ഖിന് അത്ഭുതകരമായ അഭൗതികമായ ഒരു ശക്തി, ആ ശക്തി കൊണ്ട് എന്നെ സഹായിക്കും. എന്റെ കുട്ടി കെറ്റിക്ക് ചാടാൻ വേണ്ടി ആ കെറ്റിന്റെ പടവില്ലാത്ത കെറ്റുമ്പോ അങ്ങനെ പലകമ്മ കയ്യുത്തി നിൽക്കുക. 1.5 വയസ്സുള്ള കുട്ടി അടുത്ത കയ്യുത്തെ കേറ്റുകളും. ഞാൻ വിളിച്ചു, പടച്ചോനെ എന്റെ കുട്ടിനെ കാക്കണേ. എന്റെ പേരിന്ന് വേറൊരാൾ വിളിച്ചു, ബദ്രീങ്ങളെ എന്റെ കുട്ടിനെ കാക്കണേ. എന്റെ പെണ്ണുങ്ങൾ വിളിച്ചത് രാമേട്ട എന്റെ കുട്ടിനെ കാക്കണേ. അപ്പഴ ഞാൻ കണ്ടേ എന്റെ കെട്ടിന്റെ അപ്പുറത്തെ പറമ്പിൽ രാമേട്ടൻ ഒരു കൈക്കോട്ടായിട്ട് കൂടപ്പുറമാണ്. രാമേട്ടൻ വന്നുകൊണ്ട് കുട്ടിനെ ദീപിച്ച് അള്ളാനെ വിളിച്ചു, അള്ളാഹുവേ എന്റെ കുട്ടിനെ കാക്കണേ, അത് പ്രാർത്ഥന. ബദ്രീങ്ങളെ എന്റെ കുട്ടിനെ കാക്കണേ, അത് പ്രാർത്ഥന. ഗുരുവായൂരപ്പ എന്റെ കുട്ടിയെ കാക്കണേ, അത് പ്രാർത്ഥന. കർത്താവ് എന്റെ കുട്ടിയെ കാക്കണേ, അത് പ്രാർത്ഥന. രാമേട്ട എന്റെ കുട്ടിയെ കാക്കണേ എന്ന് പറഞ്ഞ എന്തല്ല? പ്രാർത്ഥനയല്ല. ഇനി ഒരു നാട്ടില് ഒരു രാമേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ദിവ്യനായ രാമേട്ടൻ. ആ രാമേട്ടൻ മരിച്ചുപോയി. ഇപ്പോഴും ആൾക്കാർ ആ രാമേട്ടനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ രാമേട്ടന്റെ ഭാര്യ രാമേട്ടന്റെ കുട്ടിയെ കാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ വിളിയുണ്ടാവും, പ്രാർത്ഥനയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒരു കാര്യം, അഭൗതികമായ ഒരു ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനു വേണ്ടി ചെയ്യുന്ന ഏതൊരു കർമ്മവും അത് ആരാധനയാണ്. അത് അല്ലാഹുവിനുള്ള ആരാധനയാണ്. എന്നാൽ ആ ലക്ഷ്യത്തിന് മറ്റൊരാളെ നമ്മൾ കേന്ദ്രമാക്കിയാൽ, അത് അവർക്കുള്ള ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കയ്യുമേ ഏലസ് കണ്ടപ്പോ എന്താ പറഞ്ഞാലോ? ആ ഏലസ് കൊണ്ട് അവന്റെ രോഗം മാറുമെന്ന് അവൻ വിശ്വസിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. എന്താ ശിർക്ക് ചെയ്തത്? അല്ലാഹുവാണ് രോഗം മാറ്റുന്നത്. ആ രോഗം മാറ്റുന്നതിന്റെ അപ്പുറം ഈ ഏലസ് എഴുതിട്ട നാക്ക് അത് മാറ്റാനുള്ള ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴേ അല്ലാഹുവിന്റെ പ്രവർത്തനത്തിൽ ഈ മനുഷ്യനെ പങ്കു ചേർത്തു. അങ്ങനെ മുമ്പ് ശിർക്ക് ചെയ്ത്. അതുകൊണ്ടാണ് അവൻ ശിർക്ക് ചെയ്തു. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കും, ഇതൊരു വലിയ കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. എന്താണ് ആരാധന, എന്താണ് ആരാധന അല്ലാത്തത്. അത് മനസ്സിലാക്കുന്നിടത്ത് അപാകത ഉണ്ടായാൽ ശിർക്ക് നിർമ്മാണം നടക്കും. രോഗം വന്നാലും അള്ളാനെ വിളിക്കൂല, കഷ്ടപ്പാടുണ്ടായാലും അള്ളാനെ വിളിക്കൂല. അവിടെയൊക്കെ വിളിക്കാൻ വേറെ വേറെ പേരുകൾ ഉണ്ടാകും, വേറെ വേറെ ആളുകൾ ഉണ്ടാകും, വേറെ വേറെ ശക്തികൾ ഉണ്ടാകും. എന്നിട്ടും ഇവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഞാൻ ആദ്യത്തെ ദിവസം ഓതി വെച്ച ആയത്ത്, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. അള്ളാഹു വിശ്വസിക്കുന്നുണ്ട്, അള്ളുണ്ട്, അള്ള എല്ലാത്തിനും കഴിവുള്ളവനാണ്, അള്ളയാണ് ജീവിപ്പിക്കണേ മരിപ്പിക്കണേ അന്നം തരുന്നേ, ഇതൊക്കെ ഒരു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ അള്ളാഹ്ക്ക് ആരാധനകൾ ചെയ്യുമ്പോൾ അവർക്ക് ശിർക്ക് സംഭവിക്കുന്നുണ്ട്. അഥവാ ആരാധനകൾ വഴിമാറിപ്പോകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ വിവരം വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം എവിടെയൊക്കെയാണ് ആരാധനകൾ വഴിമാറിപ്പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ തേട്ടങ്ങൾ, നമ്മുടെ സഹായാർത്ഥനകൾ, ഇതൊക്കെ
അല്ലാഹു എന്ന ഒരൊറ്റ പോയിന്റിലേക്ക് പോകാൻ പറ്റും. അല്ലാഹു തആല പറഞ്ഞ ഒരു അതിമനോഹരമായ ഒരു അല്ലാഹുവിന്റെ ഒരു വചനം ഇതൊക്കെ ഖുർആനിൽ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ സമൂഹത്തിന് പിഴക്കുന്നത് നോക്കാം നിങ്ങൾ. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ അല്ലാഹു. വേറൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരിക, അതിന്റെ അവസാനത്ത് പറഞ്ഞാട്ടോ, അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാത്തിന്റെയും അധികാരം. എന്നിട്ട് അല്ലാഹു പറയണേ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാതെ വേറെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ സഹായം ചോദിക്കുന്ന ആ ആളുകളുണ്ടല്ലോ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പന, ഒരു നമ്മുടെ കാരക്ക തിന്നുമ്പോഴേ ആ കാരക്കന്റെ ഉള്ളിൽ ഒരു കുരു ഉണ്ടാവില്ലേ, ആ കുരുവിന്റെ പുറത്ത് കട്ടില്ലാത്തൊരു പാടുണ്ടാവില്ലേ, ഒന്നിനും പറ്റാത്ത ആ പാട പോലും സ്വന്തമായി ഉണ്ടാക്കാൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും കഴിയില്ല. ഇനി അല്ലാഹു പറയുന്ന വാക്ക് കേൾക്കണം കേട്ടോ. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഊ ദുആക്കും, നിങ്ങളെ പ്രാർത്ഥന ഒരു കേൾക്കൂല. എത്ര കൃത്യമായിട്ട് പറയുന്നത്. അല്ലാഹു അല്ലാതെ ആരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അവര് കേൾക്കൂല, അവര് കേൾക്കൂല. ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. ഇനി വലൗ സമിഉ, ഇനി കേട്ടു എന്ന് വിചാരിക്കുക, കേൾക്കൂല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വലൗ സമിഉ, ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും, നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് തരാൻ പോലെ കൊണ്ട് കഴിയില്ല. മസ്തജാബൂ, അവർ ഉത്തരം നൽകുകയില്ല. ലക്കും, നിങ്ങൾക്ക് കേൾക്കൂല എന്ന് തീർത്ത് പറഞ്ഞു. ഇനി കേട്ടു എന്ന് വിചാരിക്കുക, നിഷേധത്തിന്റെ രണ്ടാമത്തെ വാക്ക്. അവർ നിങ്ങളുടെ ചോദിക്കുന്നത് തരാനോ നിങ്ങൾക്ക് ഉത്തരം തരാനോ അവർക്ക് കഴിയില്ല. മസ്തജാബൂ. ഇനി ബാക്കി കേട്ടോളിട്ടോ. വയൗമൽ ഖിയാമത്തി, വയൗമൽ ഖിയാമത്തി, നാളെ ഖിയാമത്ത് നാളിൽ ഈ സംഭവം അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ യക്ഫുറൂന ബിശിർക്കിക്കും, ഓ വല്ലാത്തൊരു വാക്കാണ് കേട്ടോ. യക്ഫുറൂന, അവർ നിഷേധിക്കും. ആരെ വിളിച്ചാണോ ഈ ലോകത്തെ മനുഷ്യൻ തേടിയത്, ഇപ്പൊ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരാണ്, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ഒരാളെ വിചാരണ ചെയ്യുമ്പോ അല്ലാഹു മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന അല്ലാഹു ചോദിക്കും, ഇയാള് നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ച ആളാണ് ചോദിച്ചോക്ക്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറയുന്ന മറുപടി എന്താ? അല്ലാഹുവേ, ഇയാൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഈസാ നബിയെയും മറിയം ബീവിയെയും വിളിച്ച് ഈ ക്രൈസ്തവരെ വിചാരണ ചെയ്യുമ്പോ അല്ലാഹു ചോദിക്കും, മറിയം, ഈസ, ഇവർ നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചവരാ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ അവര് രണ്ടാളും പറയുന്ന മറുപടി എന്താ? അല്ലാഹുവേ, ജീവിതകാലത്ത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പോകുന്നതിന് ശേഷം അവരെന്താണ് പറഞ്ഞത് അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്തേക്കാരായിട്ട് നേരില്ല. വലിയ ആൾക്കാരെ പോലെ ഇവിടുന്ന് പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു സഹായിക്കുമെന്ന് വിചാരിച്ച് നാളെ അവിടെ ചെല്ലുമ്പോ അവര് നിഷേധിക്കും. എന്തിനെ നിഷേധിക്കും? നിങ്ങളുടെ ഈ ശിർക്കിനെ. ഏതാ ശിർക്ക്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയ ശിർക്കിനെ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിനെ അല്ലാഹു തആല ആ കർമ്മത്തിനെ ശിർക്ക് എന്നാ പറഞ്ഞേ. നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും. ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെ വിളിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. എന്നിട്ട് അല്ലാഹു അവസാനം ഒരു കാര്യം കൂടി പറയാണ്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇത്രയും സൂക്ഷ്മമായി വേറെ ആരും നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. എങ്ങനെ? ഇത്ര പച്ചക്ക്, ഇത്ര ക്ലിയറായി, ഇത്ര ലളിതമായി വേറെ ഒരാളും നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരൂല. എങ്ങനെ? അല്ലാഹയല്ലാതെ വേറെ ആരെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അവർക്ക് വസ്തു ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച പോലെ കേൾക്കൂല, കേട്ടാൽ തന്നെ മറുപടി ചെയ്യാൻ അവർക്ക് കഴിയില്ല. മാത്രല്ല നാളെ പരലോകത്ത് അവർ നിങ്ങളെ തള്ളിക്കളയുന്നു. മാത്രല്ല നിങ്ങൾ ചെയ്തത് ശിർക്കാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലാഹുവിനല്ലാതെ ആർക്കാണ് സാധിക്കാൻ? വളരെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. അപ്പോ എന്റെ സഹോദര, എന്റെ സഹോദരി, ആരാധനകളുടെ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം.
ഇത് നമ്മുടെ പുതിയ തലമുറ അറിയണം. നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതായി പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു ബാധ്യത ഉണ്ട്. ഈ തൗഹീദ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കപ്പെടാതെ പോയാൽ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ വലിപ്പം വളരെ വലുതായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വബിൽ ഫായിസീന ബിറിദല്ലാഹ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവ്വം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ അത് പറയാൻ ശ്രമിക്കാം. ഇന്ന് നമ്മുടെ നാട് സ്ത്രീധന വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. സ്ത്രീധന വിരുദ്ധ ദിനം. സ്ത്രീധനത്തെ കുറിച്ച് നിക്കാഹിന്റെ വേളകളിലും അല്ലാതെയും ഒക്കെ രൂക്ഷമായി സംസാരിച്ചിരുന്ന ഒരു സമയത്ത് ചില സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പ്രസംഗത്തിൽ നിന്ന് സ്ത്രീധനത്തെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കളേണ്ടി. എന്താണ് സ്ത്രീധനൊക്കെ നിന്നുപോയിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടിയ സംസ്കൃതമായ ഒരു സമൂഹത്തിൽ സ്ത്രീധനമില്ല. അതുകൊണ്ട് സ്ത്രീധനത്തെ കുറിച്ചൊന്നും ഇനി അങ്ങനെ രൂക്ഷമായിട്ട് പറയേണ്ടതില്ലാന്ന് എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞത് എന്റെ അനുഭവമാണ്. സത്യത്തിൽ ഇന്ന് വർത്തമാന കാലത്ത് നമ്മൾ കേൾക്കുന്ന കാണുന്ന കാഴ്ചകൾ നമ്മളെ എന്താ മനസ്സിലാക്കി തന്നെ വല്ല കുറവും സ്ത്രീധനത്തിന് ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീധനം കല്യാണ സമയത്ത് സ്ത്രീധനം കൊടുക്കുക എന്ന ഏർപ്പാടിന് വല്ല കുറവും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് നടന്ന വിവാഹങ്ങളിൽ എന്റെ മകന്റെ കല്യാണത്തിന് ഒരു തരി പൈസ പെണ്ണിന്റെ ബാപ്പയിൽ നിന്ന് എന്റെ കുടുംബത്തിലേക്ക് വന്നിട്ടില്ല. പൊന്നായിട്ടും പണമായിട്ടും ഭൂമിയായിട്ടും അറയായിട്ടും വിസയായിട്ടും ഈ കല്യാണത്തിന്റെ നിബന്ധനയായി ഒരു തരി, ഒരു കാൽ രൂപ എന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുടെ മുമ്പിലുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞത് ഇപ്പൊ മാറിയിരിക്കണം. എന്തേനി പണ്ട് 20 പവനും 20,000 ഉറുപ്പിന്ന് ഒന്നിച്ചാ പറഞ്ഞത്. ഇപ്പൊ പറയണേ ആ പൈസ അങ്ങോട്ട് ഒഴിവാക്കി, 20,000 ഉറുപ്പ്യ അങ്ങോട്ട് ഒഴിവാക്കി. ആ 20 പവന്റെ കൂടെ 10 പവനാണ് കൂടി 30 പവനായി. എന്നിട്ട് ഇങ്ങനെ ആണുങ്ങളെ പോലെ നെഞ്ചു വിരിച്ച് പറയണേ ഒരു ഉറുപ്പ്യ ഞാൻ സ്ത്രീധനം വാങ്ങിയിട്ടില്ല. എന്താണ് ഈ സ്ത്രീധനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്? ഉറുപ്പ്യ നമ്മുടെ ഗവൺമെന്റ് അച്ചടിച്ച റിസർവ് ബാങ്കർ ഗവർണർ ഒപ്പിട്ട് ആ കടലാസിന് മാത്രമാണോ സ്ത്രീധനം എന്ന് പറയാം? സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിൽ നിന്ന് ആ കല്യാണത്തിന്റെ ഉപാധിയായി നിർബന്ധിച്ച് പറഞ്ഞോ പറയാതെയോ ആ പെണ്ണിൽ നിന്ന് വാങ്ങുകയോ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഏത് ധനത്തിനും സ്ത്രീധനം എന്ന് പറയാം. ചില ആൾക്കാരും പറയില്ല, അതൊന്നും ഇപ്പൊ പറയണ്ട, അതൊന്നും പറയണ്ട. ഒറ്റ കാരണോന് കെട്ടിയപ്പോ 100 കൊടുത്തു, അതുകൊണ്ട് 99 വരണ്ടാന്ന്. എന്നിട്ട് പറയും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ. ചിലത് പറയില്ലേ ഞങ്ങളൊന്നും പറയില്ല, പക്ഷെ അവന്റെ പെണ്ണുകളെ കെട്ടിച്ചയച്ചപ്പോ 150 കൊടുത്തുകിടും. എന്തിനാണ്? ഒന്നുമില്ല, 149 വരണ്ടാതെ പറഞ്ഞിട്ടില്ല. അല്ലേ? പടച്ച റബ്ബിന്റെ ഒരു കോടതി നാളെ നമ്മുടെ മുമ്പിൽ വരാണ്ടല്ലേ. നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ പോലും മുടിനാരിഴ കീറി പരിശോധിക്കുന്ന, അതിന് കണക്ക് പറയേണ്ട ഒരു ദിനം നാളെ നമുക്ക് വരേണ്ടതെന്ന് മറക്കണ്ട. ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു കർമ്മമാണ് വിവാഹം. അള്ളാഹു ഉണ്ടാക്കി തന്ന ഒരു കർമ്മമാണ് വിവാഹം. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏർപ്പാട് വിവാഹം. അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കിയത് വിവാഹത്തിലൂടെയാണ്. എന്നിട്ടോ ഇപ്പൊ എന്താ കുടുംബത്തിന്റെ അവസ്ഥ? അടി പിടി കച്ചറി ഇറങ്ങിപ്പോവലും ഒക്കെ കുടുംബത്തിൽ കലഹങ്ങൾ സാർവത്രിക. സമാധാനത്തോടെ ഒരു മാസമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരോ കുടുംബങ്ങളോ കലഹിക്കാത്ത ഒരു ജീവിതം ഇന്ന് വർത്തമാനകാലത്ത് ഇല്ല എന്ന് പറയാം. കലഹങ്ങൾ സാർവത്രിക. ആ കലഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പെണ്ണിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട സ്വർണത്തിന്റെ മാറ്റു കുറഞ്ഞതോ, അളവ് കുറഞ്ഞതോ, തൂക്കം കുറഞ്ഞതോ, പറഞ്ഞത് തരാത്തതോ, തന്നത് പൂർത്തിയാകാത്തതോ. ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകളിൽ പോലും ഒരു മതവിഭാഗമില്ല. ഇതൊരു സാമൂഹ്യ പ്രശ്നം. ഇന്നലെ നമ്മുടെ കോളേജിലെ കുട്ടികൾ ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ
വർഷം മുതൽ പുതിയ ഒരു പ്രതിജ്ഞയിൽ ഒപ്പുവെക്കണം. ഈ വർഷം മുതൽ ഞാൻ ആ പ്രതിജ്ഞ വായിച്ചു. എന്താ നിങ്ങൾ? ഞാൻ എന്റെ വിവാഹത്തിൽ സ്ത്രീധനം വാങ്ങുകയില്ല. അത് ഒപ്പിട്ട കൊടുത്താലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു കുട്ടിക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അവൻ സ്ത്രീധനം വാങ്ങി എന്നറിഞ്ഞാൽ അവന്റെ ഡിഗ്രി വരെ ക്യാൻസൽ ആക്കാൻ നിയമങ്ങളുണ്ട്. PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ പുതിയ നിയമം വരാൻ പോവുക. എഴുതി ഒപ്പിട്ട് കൊടുത്ത് പോകണം, ഞാൻ സ്ത്രീധനം വാങ്ങൂല, വാങ്ങിയവരുടെ ജോലി പോകുന്ന. അത്ര വലിയ ഒരു സാമൂഹിക വിപത്തായിട്ട് സ്ത്രീധനം മാറിയേക്കുക. അതൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഒരു സമൂഹത്തിന്റെ പ്രശ്നമല്ല, മുഴുവൻ ആളുകളുടെയും പ്രശ്ന സ്ത്രീധനം. പെണ്ണ് എന്ന ജീവിതത്തിന്റെ വിളക്കാവേണ്ട പെൺകുട്ടി ജീവിതത്തിന്റെ ശാപമായി മാറിയത്, ആളുകൾക്ക് ഭാരമായി മാറുന്നത് ഈ സ്ത്രീധനം കൊണ്ടല്ലേ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഈ ദിവസത്തിൽ പറയേണ്ടത്, സ്ത്രീധനം കോടതി അത് കർശനമായ കുറ്റമാണ്, തടവും പിഴയും കിട്ടുന്ന കുറ്റമാണ്, ഒക്കെയാണ്. പക്ഷെ ഇസ്ലാമികമായി കടുത്ത തെറ്റാണ് സ്ത്രീധനം. പല കാരണങ്ങളാണ്. വിവാഹ സമയത്ത് നിങ്ങൾ അവർക്കുള്ള മഹർ നിർബന്ധമായി കൊടുത്തിരിക്കണമെന്ന ഖുർആനിന്റെ കൽപ്പനയെ സ്ത്രീധനം അട്ടിമറിക്കുന്നുണ്ട്. ഒരു പവൻ പെണ്ണിന് മഹറായിട്ട് കൊടുത്തിട്ട് അതിന്റെ 10ഓ 20ഓ ഇരട്ടി പെണ്ണിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുമ്പോ കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന പരസ്യമായി അട്ടിമറിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ വിവാഹങ്ങളിൽ അവിടെ മഹറേ നടക്കുന്നില്ല. എവിടെ മഹർ? അങ്ങോട്ട് കൊടുത്തിന്റെ മഹർ ഇങ്ങനെ വെക്കുമ്പോ കാണാം ഒരു ചെറിയ വള, മോതിര, മാല പെട്ടിയിൽ നിക്കാതെ നിർത്തുമ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് പെണ്ണ് കാണാൻ സ്വർണത്തിൽ കുളിച്ചു നിൽക്കണേ. ഓക്കാകെ കിട്ടിയ സ്വർണത്തിന്റെ 10-1 പോലും ഉണ്ടാവില്ല പിന്നെ മഹർ. ഇതങ്ങട്ട് കൊടുത്തിട്ട് അതിങ്ങോട്ട് വാങ്ങുമ്പോ എവിടെയാണ് കൂട്ടരെ നീതി? അപ്പൊ ചില ആൾക്കാർ പറയും അവർ കൊടുത്തിട്ടല്ലേ, നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. കൊടുക്കാതെ ആ പെൺകുട്ടികളെ വീട്ടിൽ കയറി വന്നാൽ ആ പെൺകുട്ടിന്റെ അവസ്ഥ എന്തേക്കാരം? കൊടുക്കാതെ ഒരു ബാപ്പ പറയും എന്റെ മക്കൾക്കോടൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നുമില്ലാത്ത മോളെ ചെല്ലെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ സമൂഹത്തിലെ എത്ര കുടുംബങ്ങൾ തയ്യാറാവും? ആ പെൺകുട്ടിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തേക്കാരം? അപ്പൊ വാക്കുകൊണ്ട് പറയുന്നില്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു അണ്ടർസ്റ്റാൻഡ്. ചില ആൾക്കാർ ഒന്നും വാങ്ങൂല, എമ്പോടിനോട്ട് പോയിട്ടാ കിട്ടുക, ഓൽക്കരെ കിട്ടുന്നു. ആ കിട്ടാൻ അങ്ങനെ അറിയാത്ത സൂചന കൊടുക്കും. അത് ബ്രോക്കർമാരെ കൊണ്ടാവാം, നേർക്കുന്നവരാവാം, മറ്റോർക്ക് ഇത്ര അല്ലേ? അപ്പൊ സ്ത്രീധന സമ്പ്രദായം നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മളെ കാര്യം കഷ്ടം. നമ്മൾ എത്ര നിസ്കരിച്ചിട്ട് തോന്നുപോലും കാര്യമില്ല. കാരണം അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ, ഹറാമായ പണം ഒരാൾ ഉപയോഗിച്ചാൽ അവന്റെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. പ്രാർത്ഥന സ്വീകരിക്കൂലെങ്കിൽ പിന്നെ നമ്മളെ ഇബാദത്തിന്റെ കഥ എന്താ? നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഇബാദത്തിന്റെ ആത്മാവ് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞാല് പിന്നെ നമ്മുടെ ആരാധനകൾ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പൊ സ്ത്രീധനമായി ഒരു വിവാഹത്തിൽ പറഞ്ഞോ പറയാതെയോ ഒരു നിബന്ധനയോടെ ഒരു പെണ്ണിൽ നിന്ന് വാങ്ങുന്നത് എന്തും സ്വർണ്ണാവാ, പണാവാ, ജോലിയാവാ, അറിയാവാ, വിസയാവാ, എന്താവാ, ഇത് വേണം ഞങ്ങളെ മകളെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞോ പറയാതെയോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായോ അല്ലാതെയോ ഒരാൾ ചെയ്താൽ അത് തെറ്റാണ്. ഈ സ്ത്രീധന സമ്പ്രദായം നിർത്തലാക്കണമെങ്കിൽ പെട്ടെന്നൊന്നും കഴിയില്ല, കോടതി നിയമമൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ വാങ്ങും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളാണ്. ആഭരണത്തോടുള്ള ഭയങ്കരമായ ഭ്രമം. എനിക്ക് ആഭരണം വേണ്ട എന്നൊരു പെണ്ണ് തീരുമാനിച്ചാൽ, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എനിക്ക് അമിതമായ ആഭരണം വേണ്ട എന്നൊരു പെണ്ണ് തീരുമാനിച്ച സ്ത്രീധനത്തിന്റെ പകുതി അല്ലേ? പിന്നെ വീട്ടുകാരും ഇപ്പൊ പലപ്പോഴും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കല്യാണത്തിൽ പോലും നാട്ടുകാരെയൊക്കെ പിരിവെടുത്തിട്ടും പെണ്ണിന് കുറെ സ്വർണം കൊടുക്കും. കാരണം പെണ്ണിന്റെ അമ്മയും ബാപ്പി വിചാരിക്കുകയാണ് ഒന്നുമില്ലാതെ എന്റെ കുട്ടി അങ്ങോട്ട് കയറി ചെന്നാൽ എന്താവുക? നമുക്ക് വേണ്ടത് പെണ്ണാണോ പെണ്ണിന്റെ സ്വത്താണോ? നമുക്ക് വേണ്ടത് പെൺകുട്ടിയെയാണോ പെൺകുട്ടിയുടെ ബാപ്പാന്റെ വേർപ്പാണോ? എന്താ നമുക്ക് വേണ്ടത്? അല്ലേ? നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീന് ഒരു കാര്യം നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെയാണ്. അതിനെ പിന്നെ നമ്മൾ കുത്തിത്തിരിക്ക് ചീന്തി മാറ്റി അതിനെ ഇറക്കി നിൽക്കണ്ട. അപ്പോ ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ ഈ ഒരു ഏർപ്പാട് നമ്മൾ തീരുമാനിക്കുക. ഞാൻ എൻ്റെ മകൻ കല്യാണം കഴിക്കുമ്പോൾ ഒന്നുമില്ലാതെ, ഞാനിപ്പോൾ അടുത്തൊരു നിക്കാഹിന് പോയപ്പോ, അല്ല മതപരമായ നിക്കാഹ്,
ആ നിക്കാഹിന്റെ മഹർ ഇങ്ങനെ നോക്കിയപ്പോ എനിക്കിടെ തോന്നി ഇത്ര അധികം മഹർ വേണോ? അത്യാവശ്യം എനിക്ക് തോന്നുന്നു 10 പവന്റെ മേലെയുള്ള മഹറുണ്ട്, വളയും മാലയും കമ്മലൊക്കെ ആയിട്ട് ഇതൊക്കെ വേണം. അപ്പൊ ഞാൻ ആ പയ്യന്റെ വാപ്പനോട് ചോദിച്ചു, നിങ്ങൾ കല്യാണം ലളിതമാക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് മഹർ കുറെ ഉണ്ടല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, അതെ, മറ്റൊരു നിബന്ധന കൂടി കല്യാണത്തിനുണ്ട്. ഈ വീട്ടിൽ നിന്ന് പെൺകുട്ടി എൻ്റെ മകന്റെ വധുവായി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അവൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും എന്റേതാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമുക്കൊരു കാര്യത്തിൽ വലിയ നിർബന്ധം, പെണ്ണിന് അണിയിക്കാനുള്ള വസ്ത്രങ്ങൾ നമ്മൾ പെട്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുക. തേട്ടക്കാര് പറഞ്ഞ് 10-50 ആള് ജീപ്പും വെച്ചുകൊണ്ട് അങ്ങോട്ട് കുറെ പെട്ടി തൂക്കി പിടിച്ചു. അതിൽ അവരുടെ മുടിമ്പെന്ന് റബ്ബർ മുതൽ ഇന്നർവെയർ മുതൽ ചെരുപ്പ് മണ്ണം എല്ലാം ഉണ്ടാവും. ഇതെന്താ പറയാ, നമ്മളെ പയ്യൻ കിട്ടുന്ന പെണ്ണ് നമ്മളെ പേരേക്ക് വരുമ്പോഴേ ഓരോരുത്തരുടെ ഡ്രസ്സ് നമ്മളതാവണം. എന്താ അഭിമാനല്ലേ? എന്നാ അതിന്റെ കൂടെ മറ്റേതും കൂടെ പറഞ്ഞു നോക്കാണി, ഓട് ധരിച്ച പൊന്നും എന്റെ മകന്റെ വകയാവണമെന്ന് പറഞ്ഞു നോക്കാണി. എന്നാ പെണ്ണിന്റെ ബാപ്പ വീട് വെക്കണ്ടല്ലോ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ടല്ലോ, വാടകപ്പരയ്ക്ക് മാറണ്ടല്ലോ, ആത്മഹത്യ ചെയ്യണ്ടല്ലോ. എത്ര രസം ഉണ്ടാവും. ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് എന്റെ വീട്ടിലേക്ക് വരുമ്പോ അവൾ ധരിച്ച ചെരുപ്പ് മുതൽ അവളുടെ തലയിലെ തട്ടം വരെ ഓരോ ദേഹത്ത് എന്തുണ്ടോ അത് ഇന്റെ വകയാണ് എന്ന് ആണത്തത്തോടു കൂടി പറയാൻ ഒരാണ് തയ്യാറായാൽ, അങ്ങനെ ഒരാണിന്റെ ബാപ്പയാവാൻ ഉമ്മയാവാൻ ഒരു ബാപ്പിയും തയ്യാറായാൽ സ്ത്രീധനം നിൽക്കും, അല്ലെങ്കിൽ നിൽക്കൂല. ഇതിങ്ങനെ എരിഞ്ഞുകൊണ്ടേക്കും. നിയമത്തിന്റെ വഴിക്ക് പോകും. പീഡനങ്ങളും പ്രയാസങ്ങളും വീട് നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളും കണ്ണുനീരും സമൂഹത്തിന്റെ ശാപമായി തുടരും. കലഹങ്ങളും ഗൃഹപീഡനങ്ങളും കലാപങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെങ്കിലും ഇസ്ലാം ജീവിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിലെങ്കിലും ഇസ്ലാം ജീവിക്കട്ടെ. പണത്തോടുള്ള ആർത്തി 6 അടി പള്ളിപ്പറമ്പിൽ എത്തും വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്ത വൃത്തികേടിന് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. മറക്കണ്ട, ആരും കൂടെ ഉണ്ടാവില്ല സഹായിക്കാൻ. തീരുമാനിച്ചുകൊണ്ടി. ഇനി ആർക്കെങ്കിലും വാങ്ങിയത് കുറ്റമായി തോന്നുന്നുണ്ടെങ്കിലേ മറച്ചു വെക്കണ്ട, തിരിച്ചു കൊടുത്തോളി. അപ്പൊ ഞാൻ അറിയാതെ വാങ്ങിയതാ, എന്റെ വിവരം അങ്ങനെ, ഇനി ഒപ്പമുള്ളവർ അങ്ങനെ, അതുകൊണ്ട് മുഴുവൻ തരാൻ എന്റെ അടുത്ത് എത്ര എണ്ണത്തെ പഠിച്ചോളി, ബാക്കി നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ, കൊടുത്തളി അല്ലേ. അതും കൊണ്ട് പടച്ചോന്റെ കോടതിക്ക് പോയാലേ വലിയ സുഖം ഉണ്ടാവില്ല. അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ അന്തസത്തയും അതിന്റെ ആ അഭിമാനവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. ഒന്ന്, നമ്മുടെ ഒരു വലിയ പണ്ഡിതനും നമ്മുടെ ഈ ഖുറാഫാത്തിൽ നിന്നും ശിർക്കിൽ നിന്നും നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖാമുഖ വേദികളിലൊക്കെ തൗഹീദിന്റെ ഉജ്ജ്വലമായ സംസാരം സംസാരിച്ച അബൂബക്കർ നസാഫി എന്ന നമ്മുടെ വലിയൊരു പണ്ഡിതൻ, ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പരലോകം അള്ളാഹു സന്തോഷത്തിൻ്റെതാക്കി കൊടുക്കട്ടെ. രണ്ടാമത്തെ കാര്യം, കേരള നദുവത്തുൽ മുജാഹിദീൻ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ചരിത്രം വ്യഭിചരിക്കപ്പെടുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ചരിത്രമായി മാറുകയും ചരിത്രത്തെ വെട്ടി ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശ്രമങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്നും അതേപോലെ സമുദായങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചരിത്രം ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ഞാൻ ഈ ചുങ്കത്ര പള്ളിയുടെയും ഈ കോളേജിന്റെയും ചരിത്രം ഒന്ന് എഴുതി കൊടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. അതിന് പ്രസിദ്ധീകരിക്കാനാണ് നമ്മുടെ പള്ളിയുടെ ചരിത്രം, നമ്മുടെ കോളേജിന്റെ ചരിത്രം. ആ ചരിത്രം അറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ആ ചരിത്രം പറഞ്ഞുതരാൻ എനിക്ക് ആരുമില്ല. ആ ചരിത്രം സത്യസന്ധമായി A to Z അറിഞ്ഞിരുന്നവർ മരിച്ചുപോയി. ഇനി അപൂർവമായ ചില അറിവുകളെ നമുക്ക് കിട്ടാനുള്ളൂ. ഇനിയും ഒരു തലമുറ കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഒന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ചരിത്രം ഒന്ന് എഴുതി വെക്കണം. ആ ചരിത്രം 4 വാള്യങ്ങളിലായിട്ട് എഴുതപ്പെടുകയാണ്. മുസ്ലിം ചരിത്രം, ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം, നമ്മുടെ നാടിന്റെ നമ്മുടെ മഹലിന്റെ ഒക്കെ ചരിത്രം വരികയില്ല. നമ്മുടെ വാപ്പമാരും ബാപ്പാപ്പമാരും ഒക്കെ വരികയില്ല. ആ ചരിത്രം എഴുതുക. അതിന്റെ 1ാമത്തെ പതിപ്പ് ഇറങ്ങാൻ പോകണം. ആ 1ാമത്തെ പതിപ്പിന് 1500 രൂപയാണ് വില. പക്ഷെ അതിന് ഇപ്പൊ രജിസ്റ്റർ ചെയ്താല് 1000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചരിത്ര പുസ്തകം എന്റെ വീട്ടിൽ എന്റെ കുട്ടികൾക്ക് ഈ ചരിത്രം അറിയണമെന്ന് ബോധ്യമുള്ളവർ ആ ഒരു പുസ്തകം വാങ്ങണം. നിങ്ങൾക്ക് ആ പുസ്തകം വേണ്ടവര് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പേരൊന്ന് എഴുതി വെക്കുക. അതിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നീട് നിങ്ങളോട് പറയും. അപ്പോൾ ആ പുസ്തകം നമ്മുടെ വീടുകളിലൊക്കെ ഓരോന്നുണ്ടായിക്കോട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله